പറഞ്ഞ ഓരോ യാത്രയും ഓരോ അനുഭവമാണല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫാമിലി ആയിട്ടാണ് മാത്രമായിട്ടാണ് എല്ലാപ്പോഴും പോവാറുള്ളത്. അപ്പൊ ഈ തിരുപ്പതി ട്രിപ്പ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. എൻ്റെ അച്ഛനുള്ളപ്പോൾ മുതലേ ഞങ്ങൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ആളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ഇതൊരു വൈകാരികമായിട്ടുള്ളൊരു അനുഭവം കൂടിയാണ് ആളുടെ ഒരു ആബ്സെൻസിൽ ഇത് പോവാന്നുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് തവണ പല ട്രെയിൻ ബുക്ക് ചെയ്യാനും സ്ലോട്ട് കിട്ടാനും ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തു. അപ്പം എൻ്റെ കൂടെ ഉള്ളത് അമ്മമാരാണ് എല്ലാവരും. നമുക്ക് എങ്ങനെ പോകും എന്നുള്ളത് ബാക്കിയുള്ള അമ്പലങ്ങളെക്കാളും കുറച്ച് വ്യത്യസ്തമാണല്ലോ എല്ലാം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് രാജീവേട്ടൻ ആണ് മുരളിയേട്ടൻ്റെ നമ്പർ തന്നതും. അങ്ങനെ രാജീവേട്ടൻ മൂലമാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നീടാണ് നിങ്ങളെ പറ്റി പലരും അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വളരെ ഉത്സാഹമായി. പിന്നെ ആദ്രേനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി ഒരുപാട് തവണ ഞാൻ അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വിളിച്ചിട്ട്. അപ്പൊ അവൾക്കൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. പിന്നെ ഭക്ഷണം നന്നായാൽ എല്ലാം നന്നായിരുന്നാണല്ലോ. അപ്പോൾ ഭക്ഷണം പാകം ചെയ്തു തന്ന ശശിയേട്ടൻ, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, അതാണ് ഈ യാത്രയുടെ ഒരു വിജയം എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മള് പുറമേ ട്രാവൽ ചെയ്യുമ്പം ഈ മസാല അതും ഇതൊക്കെ കഴിച്ച് വയറ് കേടാവാതിരിക്കാൻ വേണ്ടി എല്ലാം വളരെ പാകം ചെയ്തു തന്ന ചേട്ടന് ഒരു വലിയ റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഡ്രൈവർ പയ്യൻ അവൻ, പിന്നെ ബാക്കിയുള്ള ചേട്ടന്മാരുടെ പേര് എനിക്ക് എല്ലാവരെയും അറിയില്ല, ഹരിയേട്ടൻ, എല്ലാവർക്കും. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എല്ലാം അതിന്റെ നെടും തൂണായിട്ട് നിന്ന അനിലേട്ടൻ, ഞങ്ങളുടെയൊക്കെ മൂത്ത ബ്രദറായിട്ട് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു ബ്രദർലി അഫെക്ഷനോട് കൂടിയാണ് ഞാൻ സത്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. എല്ലാം വളരെ സിൻസിയർ ആയിട്ടാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു അമ്പലത്തിൽ പോയി വെറുതെ തൊഴാൻ മാത്രമാണ് എല്ലാ അമ്പലങ്ങളിലും നമ്മൾ പോയി ചെയ്യാറ്. പക്ഷെ ഇന്ന് നമ്മൾ ഇന്ന ഭണ്ഡാരത്തിലിടണം അതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഒരു ലേമാൻ വെറുതെ പോയാൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് വരെ ചേട്ടൻ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചു. അതൊരു ഗുരുതുല്യനായിട്ട് നിന്നിട്ടാണ് ചേട്ടൻ അതെല്ലാം ചെയ്തത്. അപ്പോൾ വർക്കില്ല. ഇനിയും ഞങ്ങള് ചേട്ടന്റെ കൂടെ കൂടാൻ തന്നെ തീരുമാനിച്ചു. ശ്രീ പാർവതിയുടെ കൂടെ കൂടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. മുരളിയേട്ടൻ, ആർദ്ര, എല്ലാവരോടും പ്രത്യേക അന്വേഷണങ്ങൾ പറയണം. താങ്ക് യു സോ മച്ച്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മയായിരുന്നു ആക്ച്വലി ട്രിപ്പിന് വരാനിരുന്നത്. അപ്പൊ മിനിയാന്റിയും അമ്മയാണ് എല്ലാ പ്രാവശ്യം എപ്പോഴും പോണത്. പക്ഷെ പോകാൻ പറ്റില്ല, അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അങ്ങനെ കൃഷ്ണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് വന്നത്. സോ താങ്ക്സ് ടു മിനി ആൻറ്റി ആൻഡ് കൃഷ്ണ ഇങ്ങനെ ഒരു ട്രിപ്പിന് വരാൻ എനിക്കൊരു കാരണമായതിന്. എല്ലാം നന്നായിരുന്നു. നമസ്കാരം. ഞാൻ ഇങ്ങനത്തെ ട്രിപ്പിനൊന്നും പോയിട്ടില്ല. ഒറ്റയ്ക്കാണ് സാധാരണ പോകാറ്. ഏത് അമ്പലത്തിൽ പോകുമ്പോഴും ഇങ്ങനെയാണ് പോകാറ്, ഒറ്റയ്ക്കാണ് പോകാറ്. ഇത് കുറേ അന്വേഷിച്ചു ഒറ്റയ്ക്ക് പോകാനായിട്ട്. ഇപ്പം തിരുപ്പതിയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിൽ വന്നപ്പോൾ കുറേ ഐതിഹ്യങ്ങൾ, എങ്ങനെയാണ് അവിടെ തൊഴിലിൻ്റെ ക്രമങ്ങൾ, ഏതാണ് കാര്യങ്ങളെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഇനിയിപ്പോൾ ഒരാളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ പറഞ്ഞു കൊടുക്കാം. ആൾക്കാരോട് പോവാം, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടും. അങ്ങനെ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കഴിയുമെങ്കിൽ നിങ്ങളോട് തന്നെ വരാനായിട്ട് ഞാൻ ശ്രമിക്കും, വിത്ത് ഫാമിലി ആയിട്ട്. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് തിരുപ്പതിക്ക് പോയത്. അപ്പോൾ ഈ യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ ട്രിപ്പ് പോണതും ആദ്യമായിട്ടാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ട്രിപ്പായിട്ട് പോയിട്ടില്ല. ഞങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ആഗസ്റ്റ് 10 പോരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമതാണ് ഞങ്ങൾ ഈ യാത്രയിൽ പങ്കെടുത്തത്. വളരെ നല്ലതായിരുന്നു. പിന്നെ ഫുഡ്, പിന്നെ ഞങ്ങൾക്ക് തന്ന ഗൈഡൻസ് അതും വളരെ നല്ലതായിരുന്നു. ഓരോ അമ്പലങ്ങളിൽ കയറുമ്പോഴും ഞങ്ങളെ നയിക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ്റെ തുല്യനായിട്ട് തന്നെ കാണാം. ഇനി അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നെങ്കിൽ ശ്രീ പാർവതിയിൽ തന്നെയായിരിക്കും ഞങ്ങൾ പോകുന്നതെന്ന്. എല്ലാത്തിനും നന്ദി.
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ ഇതിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നത്. നമ്മൾ സാധാരണ ഫാമിലി ആയിട്ടാണ് പോവാറ്. തിരുപ്പതിക്കും അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോയി. പിന്നെ നടന്നില്ല. പിന്നെ അവസാനം അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തിരുപ്പതി യാത്ര പോകണം. അങ്ങനെ 2-3 സ്ഥലത്ത് പോകണം എന്നുണ്ടായിരുന്നു. ഇനിയും 2-3 സ്ഥലത്ത് പോകണം എന്നുണ്ട്. അപ്പോൾ അമ്മ തന്നെ ജയമ്മയോട് ചോദിച്ചു. അമ്മ ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ പെരുവാരത്തുള്ള ഞങ്ങളുടെ ഒരു അമ്മയുടെയൊക്കെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ആളെ വിളിച്ചു ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു നിങ്ങളുടെ കൂടെ പോയിക്കോളൂ, ഒന്നും പേടിക്കാനില്ല, അവരുടെ കൂടെ പോയ ഒന്നും നിങ്ങൾ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല, എല്ലാം അവര് നോക്കിക്കോളും, ഒന്നും പേടിക്കണ്ട, ഇന്നലെ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് സംസാരിച്ചതും ഇത് ചെയ്തതും എല്ലാം. പിന്നെ ഞാനിവിടെ വന്നപ്പോഴാണ് നിങ്ങളെല്ലാവരും നിങ്ങളോട് എല്ലാവരും മീറ്റ് ചെയ്യണതും സംസാരിക്കണതും കാര്യങ്ങളെല്ലാം. എനിക്കും അതുപോലെ തന്നെ പേഴ്സണലി കൂടുതൽ സന്തോഷകരമായിട്ടാണ്. എല്ലാവരെയും ആദ്യമായിട്ട് പോകുന്നവർ കുറെ പേരുണ്ടെന്ന് പറഞ്ഞു. പ്രാവശ്യം കുറച്ച് പേര് മാത്രമാണ് 1-2 പ്രാവശ്യമായിട്ട് കൂടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതും അതാണ്, എല്ലാവരും നല്ല കോപ്പറേറ്റീവായി നിന്നു. ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ 2-3 ഫുഡിന്റെ കാര്യം പ്രത്യേകം എടുത്ത ചേട്ടനോട് ചോദിച്ചിരുന്നു, എങ്ങനെയാ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു കൂട്ടാന്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്. ഫുഡും നല്ലതായിരുന്നു. പിന്നെ ഇതിന്റെ കോർഡിനേഷൻ ഫുള്ളും നല്ല മനോഹരമായിട്ട് നടത്തി. താമസവും നല്ലതായിരുന്നു. അവിടെ തന്നിരുന്ന ഫെസിലിറ്റീസും എന്ന് പറഞ്ഞ ചായ കാര്യങ്ങളെല്ലാം, പിന്നെ പോകേണ്ട സ്ഥലങ്ങള്, ഓരോ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയ കാര്യങ്ങള് എല്ലാം നന്നായിരുന്നു. പിന്നെ ഇനിയും ഇതേപോലെ തന്നെ 1-2 യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പോകാമെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് ഇതാവണമെന്ന് അറിയില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ശരിക്കും തരം മുട്ടയടിക്കാന്ന് ആദ്യം ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളല്ല ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ വന്നതാണ്. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു മാസം കർക്കിടകത്തിന് മുമ്പത്തെ മാസം മുടി വെട്ടണം എന്ന് ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെട്ടില്ല, അടുത്ത മാസമാണ് കർക്കിടക. എപ്പോ പറഞ്ഞു പിറന്നാൾ മാസമാണ് വെട്ടണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ നീണ്ടുപോയി. പിന്നെ ചിങ്ങമാസമായി. അപ്പൊ പിന്നെ അന്ന് തിരുപ്പതി പോകുമ്പോ വെട്ടാന്ന് പറഞ്ഞു. ചിങ്ങമാസം ആദ്യം പോവും എന്നുള്ള ഇതിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ അനിയത്തി മരണപ്പെട്ടത്. അവ ഞാൻ മാറ്റി വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര നീണ്ടു പോയി. അത് കഴിഞ്ഞപ്പോ അമ്മയുടെ അനിയത്തിക്ക് പകരമായിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി വന്നാണ്. വരണമെന്ന് വിചാരിച്ചു വന്നതെന്ന് തോന്നുന്നില്ല. ഉഷമായി ഞങ്ങളപ്പോ തന്നെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ, കലമായി ഇല്ല എന്നുണ്ടെങ്കിൽ ഉഷമായി കലമായും ചെറുപ്പം തൊട്ടേ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ അവര് ഉഷമായെ വിളിക്കാം, ഉഷമായി എന്തായാലും ഉണ്ടാവും എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാവും എന്തായാലും 1 മാസം 2 മാസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പോവുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും പറഞ്ഞു അത് തന്നെ ആവാമെന്ന്. അങ്ങനെയാണ് പിന്നെ നീണ്ടുപോയി. പിന്നെയാണ് ഫുള്ള് എന്നാ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാലം മുടി നീട്ടി വളർത്തിങ്ങനെ നടന്നു. അങ്ങനെ ഇതായിട്ടാണ് പിന്നെ ഇവിടെ വന്ന് മുട്ടയടിച്ചത്. ഇങ്ങനെ ഇതായത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും ചിലർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനിയിപ്പോ നാട്ടിൽ ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ കമന്റ്സ് അറിയുള്ളൂ. ഞാൻ വേറെ ആൾക്കാരുടെ കൂടെ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ഇതിനു മുമ്പ് പോയിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു യോഗ ഇതുണ്ട്, അതിന്റെ ഗ്രൂപ്പിന്റെ കൂടെയാണ് പോയത്. അത് നമ്മളെ പിന്നെ അറിയാവുന്ന ആൾക്കാരാണ് കുറെ. അതും വേറൊരു അനുഭവമാണ്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. ട്രാവൽസിന്റെ ഒപ്പമുള്ള ഈ യാത്ര
പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് അവരെല്ലാവരും കൂടെ ഈ ട്രിപ്പ് ഓഗസ്റ്റിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു, നീ വരണ്ടാവോ ഇതിന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ നോക്കാം, പക്ഷേ എനിക്ക് തോന്നാനില്ല ഓഗസ്റ്റിൽ ഞാൻ വരാൻ സാധിക്കുന്നത്. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ കസിൻ സിസ്റ്റർ മരിച്ചുപോയി ജൂലൈ 31. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഈ ട്രാവൽ ഇവരെല്ലാവരും കൂടെ ഇൻഫോം ചെയ്തു. അങ്ങനെ അപ്പോൾ സെപ്റ്റംബറിലാക്കൊണ്ടാണ് എനിക്കിതിന് വരാൻ സാധിച്ചത്. അപ്പം ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരുപ്പതിയിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ഈ ട്രാവൽസിൽ മിസ്റ്റർ അനിലിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളെ എല്ലാ ദിക്കിലും വേണ്ട രീതിയിൽ കൊണ്ടുപോയി ഗൈഡൻസും പ്രോപ്പർ ഗൈഡൻസും എല്ലാം വളരെ നന്നായി ഇതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാം. പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ട്രാവൽസിൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വളരെ കോപ്പറേറ്റീവായിരുന്നു. വളരെ അതുകൊണ്ട് നമ്മൾ എൻജോയബിൾ ആയിട്ട് തന്നെ നമ്മൾ ഈ ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പാർവതി ട്രാവൽസ്, അത് ഞാൻ അറിയുന്നത് ഭഗവതി ഫ്ലവേഴ്സ് വഴിയാണ്. അവിടെ നിന്ന് നമ്പർ എടുത്തു, കോണ്ടാക്ട് ചെയ്യണം ചെയ്തത്. ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടാണ് നമ്പർ എത്തിച്ചു കൊടുത്തത്. ഞാൻ പല യാത്രകളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദിച്ചൈതന്യ സാമിയുടെ കൂടെ ത്രിധാം യാത്രയ്ക്കൊക്കെ മുമ്പ് പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളൊരു യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡൊരു പ്രധാന പ്രശ്നം. കാരണം സ്പൈസി ആയിട്ടുള്ള ഫുഡിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പ്രധാന ഘടകമായിരുന്നു. ഞാൻ ആദ്യം അന്വേഷിച്ചതും അത് തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അതായിരുന്നു ആദ്യം എന്നെ ആകർഷിച്ച ഒരു ഘടകം. പക്ഷെ ഇവിടെ വന്ന് അത് കഴിഞ്ഞാണ് നമ്മൾ ഈ യാത്രേനെ കുറിച്ച് ഇപ്പോഴാണ് എൻജോയ് ചെയ്തതിൻ്റെ ഇതിൽ പറയുകയാണ്. ഒരു കാര്യം, നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലുള്ള ഒരു വൈവിധ്യങ്ങളും അനുഷ്ഠാന ക്രമങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരു കാര്യം അന്ധമായി ആചരിച്ച് അനുഷ്ഠിച്ച് ചെയ്യുന്നു എന്നതിനേക്കാൾ അത് അറിഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് ആ ഒരു റിലാക്സ് മൈൻഡ് എല്ലാം അറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനുള്ളൊരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ യാത്രകൾ. അപ്പോൾ ഓരോ സെഷന് മുമ്പും നമുക്ക് കിട്ടുന്ന ആ ഒരു വിശദീകരണങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ എന്താണ്, അവിടെ ഈവൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, വിശ്വാസം എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു ദിവസത്തേക്കല്ല, നമ്മുടെ ജീവിത കാലഘട്ടത്തിലേക്ക് തന്നെ നമുക്ക് ഒരു അനുഭവമായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ കൂടുതൽ നിങ്ങളോടൊപ്പം ചെയ്യാനും കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് വിശദീകരിച്ചറിയാനും എല്ലാനുള്ള ഒരു അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ശ്രീ പാർവതി ഇപ്പോൾ 15ാം വാർഷികത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ 15ാം വാർഷികത്തിൻ്റെ പിറന്നാൾ ആശംസകൾ ഒപ്പം ആശംസിക്കുന്നു. എല്ലാം നല്ലതിനാവട്ടെ. ഇനിയും കൂടാനുള്ള അവസരങ്ങളിൽ ഇനിയും ഉണ്ടാവട്ടെ. കൂടിയിട്ടുള്ള എല്ലാവരും നല്ല സഹകരണ മനോഭാവത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടായ്മ, നിങ്ങളുടെ ഒരു കൂട്ടായ്മ, അതാണ് എനിക്ക് പറയാനുള്ളത്. അന്നദാതാവ് ആ ചേട്ടന് പ്രത്യേകം അഭിനന്ദനം പറയുകയാണ്. നല്ല സന്തോഷം. ഫുഡ് ഒരു പ്രധാന ഘടകം തന്നെയാണ് യാത്രയിൽ. അപ്പോൾ നമ്മൾ പലയിടത്തും പോയി ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊന്നും ഇല്ലാതെ ആരോഗ്യപരമായ ഭക്ഷണം പ്രദാനം ചെയ്തു. നിങ്ങളുടെ കൂട്ടായ്മ ഇന്നും സജീവമായിട്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ പങ്കാളികളാവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഹലോ, ഒരു വെൽ ഇൻഫോംഡ്, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. തീർത്ഥാടന യാത്ര എന്ന് പറയുമ്പോൾ ഇതുമാതിരിയായിരിക്കണം. ഒരു ക്ഷേത്രത്തെ പറ്റി അതിൻ്റെ രീതി, അതിൻ്റെ ചിട്ട, അതെന്താണ്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്നിട്ടാണ് ആ ക്ഷേത്രത്തിൽ പോയി അതിൻ്റേതായിട്ടുള്ള പ്രാർത്ഥനകളും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരുന്നിട്ട് ഒരാൾ പറഞ്ഞിരുന്ന് തന്നതിന് ശേഷമാണ് നമുക്കത് കൃത്യമായിട്ടുള്ള രീതിയിൽ പോയി തൊഴുത് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ
ഈശ്വര കടാക്ഷം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഈ രീതിയിൽ പോണത് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു ടൂർ ഇതിൽ പോണത്. വളരെ സാറ്റിസ്ഫൈഡ്, കൺവിൻസിങ് ആൻഡ് സേഫ് ആയിട്ടുള്ളൊരു യാത്ര. കാരണം കൂടെ കുറച്ച് കുട്ടികളും ഉണ്ട്, പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനും അതിൻ്റെ രീതിയിലായിട്ടുള്ള സെക്യൂർഡ് ആയിട്ട് തിരികെ വരാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഫുഡ് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് പോയിന്റ് തന്നെയാണ്. എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ആ ചേട്ടന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എവറിത്തിങ്. ഞങ്ങള് കടമ്പക്കുടി പഞ്ചായത്തിൽ നിന്നാണ്. ഞാനൊരു 2017 ഈ ശ്രീ ഭാരത് ട്രാവൽസിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വെച്ചതിനെ തുടർന്ന് എന്നിട്ട് ആ സീറ്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. തുടർന്ന് വീണ്ടും ബുക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു സർജറി വന്നപ്പോഴേക്കും അത് വീണ്ടും അവിടെ ഡിലേ വന്നു. ആ സർജറി കഴിഞ്ഞപ്പോൾ എന്തായാലും വിചാരിച്ചു പോയിട്ട് അടങ്ങുള്ളൂ എന്നുള്ളത്. കുട്ടികളെ കൂട്ടി ഞാൻ ചെല്ലാമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ കുട്ടികളുടെ അഡ്മിഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. കുട്ടികളുടെ മോളുടെ കല്യാണമായി, കുഞ്ഞായി, അപ്പോൾ മോളുടെ അഡ്മിഷനായി. അപ്പോൾ അങ്ങനെ നീണ്ടുപോയി. വർഷം 7 കഴിഞ്ഞു. വീടൊരു സർജറി വന്നു. പിന്നെ എന്തായാലും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ മാസം എന്തായാലും ഞാൻ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് സ്ലോട്ട് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ജോലി ചെയ്തത്. ഞങ്ങൾ 2 പേരും ഇപ്പോൾ വന്നുള്ളൂ. തുടർന്നും ഞങ്ങൾ ഇനിയും വരണമെന്നുണ്ട്. നല്ല സന്തോഷം തോന്നി എനിക്ക്. ഇതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ളത് ചെറുതിലേക്ക്, നമ്മുടെ ആ കുട്ടികളുള്ള പ്രായത്തിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുള്ള സമയത്ത്. അപ്പോൾ എനിക്ക് കുട്ടികളുടെ ആ കാര്യത്തിലേക്ക് പോയതുകൊണ്ട് എനിക്ക് ശരിക്കും ഭഗവാനെ തൊഴാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്തവണ ഇത് ബുക്ക് ചെയ്തപ്പോൾ മുതൽ തന്നെ ഭഗവാനോട് പറഞ്ഞത് എനിക്കൊന്ന് നന്നായിട്ടൊന്ന് തൊഴാൻ പറ്റണം എന്ന് തന്നെയാണ്. അതേപോലെ സർജറി സമയത്ത് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുടി നേർച്ചയായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇന്നലെ ഞാൻ മുടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ചേട്ടൻ ഇന്ന് രാവിലെ അതിനുള്ള അവസരം എനിക്ക് തന്നപ്പോഴേക്കും എനിക്ക് ഒന്നുകൂടി സന്തോഷമായി. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മുടെ യാത്രയിൽ വളരെ കെയറായിട്ട് കൊണ്ടുപോയി നമ്മുടെ ഡ്രൈവറായിട്ട് ഭക്ഷണം പാകം ചെയ്തെന്ന പേര് ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചതാണ്. ശശിയേട്ടൻ. കരളുമായി സംബന്ധപ്പെട്ടാണ് എനിക്കൊരു സർജറി ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് അലർജിക്കാണ്. ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. അപ്പോൾ ആദ്യം അന്വേഷിച്ചതും ഫുഡ് നന്നായിട്ട് നമുക്ക് വെച്ച് തരാൻ പറ്റുന്ന ടീമിനൊപ്പം പോകണം എന്നുള്ളത് അതും സാധിച്ചു. അപ്പോൾ ആ ചേട്ടനും പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്കൊപ്പം വരണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നല്ല ഫുഡും നല്ല കെയറായിട്ടും എല്ലാം നോക്കി നടത്തിയതും മകളാണിത്. മകളും മരുമകനും വന്നത് സെറ്റിലാക്കിയൊക്കെ തന്നത്. പക്ഷെ നല്ല ഫുഡായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും തൊഴാനും എല്ലാം സാധിച്ചു. ഇനിയും ഞങ്ങൾക്ക് ഇതിൽ വരാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട്. ഇനിയും വരും. എനിക്ക് പറയാനുള്ളത് അനിലേട്ടൻ്റെ ഒരു പ്രത്യേക കഴിവ്. അതായത് സാധാരണ ഇതിൽ നമ്മളൊരു തീർത്ഥാടന യാത്ര എന്ന് പറയുമ്പോൾ മുഴുവൻ ഒരു തീർത്ഥാടന മൂഡിലായിരിക്കും എല്ലാവരും. ഭക്തിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് അതിനെ തന്നെ ഒരു വിനോദയാത്രയുടെ രീതിയിലേക്കും കൂടി ചെറിയൊരു മാറ്റത്തിൽ കൂടി വരുത്താൻ സാധിച്ചത് നല്ലൊരു കഴിവാണ്. നമ്മൾ പിന്നെ പല സ്ഥലത്തും ഇതേപോലെ ട്രിപ്പുകൾ, അതായത് വിനോദയാത്രയും തീർത്ഥയാത്രയും നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പലരുടെ കൂടെയും പോയിട്ടുണ്ട്. അപ്പോൾ ആ പലരായിട്ട് പോയി പലരായിട്ട് തിരിച്ചു വരുന്നു, പിരിയുന്നു. അതാണ് സാധാരണ പതിവ്. ഇതല്ല, പലരായിട്ട് വന്നെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഇപ്പം ആയി. അതൊരു വളരെ സന്തോഷം. ആ ഒരു ഐക്യവും പ്രവർത്തനങ്ങളും ഇനിയും ഈ ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. താമസം, ഭക്ഷണം, യാത്ര എല്ലാം വളരെ സന്തോഷം. ഞാൻ തിരുപ്പതിക്ക് പോകുന്നത് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. 2 പ്രാവശ്യം ട്രെയിനിൽ ബുക്ക് ചെയ്ത് പാതിരാത്രി അവിടെ ചെന്നിറങ്ങി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഇവിടെ പോകുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ശ്രീ പാർവതിയിലും കൂടി പോരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ
ഒട്ടും പരിചയമില്ലാത്ത, കേട്ട് കേൾവി പോലും ഇല്ലാത്ത 55 ആൾക്കാരായിട്ട് ഒരുമിച്ചാണ് പോയത്. ആ പരിചയമില്ലാത്തവരിപ്പോൾ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്ന രീതിയിൽ പരിചയക്കാരായി മാറിയത് അത് ഈ ട്രിപ്പിൻ്റെ വലിയൊരു നേട്ടമാണ്. അതിന് ലീഡർഷിപ്പ് കൊടുത്ത ശ്രീ അനിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്തുത്യർഹമാണ്. അതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ ഈ ശ്രീപാർവതി കൂടി മൂകാംബിയിൽ പോയിട്ടുണ്ട്. അന്ന് വണ്ടിയിൽ 2+3 സീറ്റായിരുന്നു. അല്പം ഞെങ്ങിയാണ് പോകുന്നത്. അടുത്തിരിക്കുന്നവൻ്റെ മുട്ട് കൈ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പള്ളയ്ക്ക് കൊള്ളുന്ന ഒരു രീതിയായിരുന്നു അന്നത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റ്. ഇന്നിപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ഇവരൊരുക്കിയിട്ടുണ്ട്. അത് എടുത്തു പറയുന്നു. ശ്രീ മുരളിയോട് ആ മെസ്സേജ് കൺവേ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഭക്ഷണം, പലരും അതേക്കുറിച്ച് പറഞ്ഞു, അതേക്കൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതിനുവേണ്ടി സഹകരിച്ച ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി. കോവയ്ക്കക്കരയെക്കുറിച്ച് ഇവിടെ ആരോ സംസാരിച്ചു. ഞാൻ ആ വിവരം എൻ്റെ മിസ്സിസിനോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടി പറഞ്ഞു, അതിൻ്റെ റെസിപ്പി ഒന്ന് മേടിക്കണം. സാധാരണ കോവയ്ക്കക്കറി വീട്ടിലുണ്ടാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് അതൊന്ന് തീർക്കാനായിട്ട്. അപ്പോൾ ഇത് കറി 2ാമത് വാങ്ങിച്ചിട്ടാണ് ഞാൻ അത് ആസ്വദിച്ചത്. അതിന് പ്രത്യേക നന്ദി കുക്കിനുണ്ട്. പിന്നെ ഡ്രൈവർ ഒരു ഗ്ലാസ് നിറച്ചും വെള്ളം എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നടക്കുന്നു. ഒരു തുള്ളി പോലും തുളുമ്പി പോവാത്ത രീതിയിൽ ഞങ്ങളെ കൊടുക്കാതെ ഇളക്കാതെ സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാനൊരു സൗകര്യം, സന്മനസ്സും അതുപോലെ തന്നെ പ്രാഗൽഭ്യവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവേഴ്സ് 2 ഡ്രൈവേഴ്സുണ്ട്. ഡ്രൈവേഴ്സ് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. എല്ലാം കൊണ്ടും നന്നായിരിക്കുന്നു. ഈ യാത്ര നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു മുതൽക്കോട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏഴിക്കരയിൽ നിന്ന് 24-ാം തീയതി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ടീമിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അടുത്തായതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് അത് പോകാമെന്ന് വെച്ചപ്പോൾ അവിടെ ആള് തികഞ്ഞില്ല. ഏതോ 10-50 പേരോ വേണമായിരുന്നു. പക്ഷേ 20 പേരോ 25 പേരോ ആയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആ ആഴ്ച തന്നെ പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പെരുവാരത്ത് അനിലേട്ടനെയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അനിലേട്ടനും കൂടുതൽ പരിചയം എനിക്ക് മറ്റേ ചേട്ടനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ സീറ്റ് ഇഷ്ടംമാരുണ്ട്, നീ എത്രയും പെട്ടെന്ന് ചെയ്തു. അപ്പോൾ 24-ാം തീയതി പോകണമെന്ന് വെച്ചപ്പോൾ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ ഞങ്ങൾ 29-ാം തീയതി പ്ലാൻ ചെയ്തു. പക്ഷേ ഈ പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ തിരുപ്പതി യാത്ര ചെയ്തതെങ്കിലും എങ്ങനെയാണ് ഇവിടുത്തെ പ്ലാനുകൾ എന്താണ് ഒന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അനിലേട്ടന്റെ ഓരോ വാക്കുകളിലൂടെ അവിടെ ചെന്ന് ആ ദർശനം കിട്ടി. ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ആ ദർശനം കഴിഞ്ഞു പോന്നപ്പോഴും ആ വാക്കുകളാണ് ഞാൻ 1-2 കാര്യങ്ങൾ അനിലേട്ടൻ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതും നമ്മുടെ ചെവിയിൽ ആ വാക്കുകൾ നമ്മളെ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇന്നപോലെ ചെയ്യണം, ഇന്നപോലെ നടക്കണം. അതുപോലെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നവര്, ഞങ്ങൾ കണ്ടവരുണ്ട് കാണാത്തവരുണ്ട്. പക്ഷെ എല്ലാവരും എവിടെ നിന്ന് വന്നോ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞ പോലെ എല്ലാവരും അത്രക്ക് കെയറായിട്ട് ഒരു അനാവശ്യ വാക്കുകൾ പോലും നമ്മുടെ ഈ ട്രിപ്പിൽ ഒരാളും പരസ്പരം ഉണ്ടായിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ ടൂർ പോകാറുണ്ട്, പലതും പോകാറുണ്ട്. പക്ഷെ ആ ട്രിപ്പിൽ പലതും എന്തെങ്കിലും ശാശി വർത്താനങ്ങൾ പലവരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു യാത്ര അത് ശ്രീപാർവതി അറിഞ്ഞ് നമ്മുടെ തിരുപ്പതി ഭഗവാനെ തൊഴിയിക്കാനുള്ള ഒരു സന്മനസ്സുണ്ടായ, അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളെ ഈ നേരം വരെ ഞങ്ങളെ പുഷ്പം പോലെ കൊണ്ട് നടക്കുന്ന ഡ്രൈവർമാർക്കും, അതുപോലെ തന്നെ എന്റെ തൊട്ടടുത്തുള്ള ചേട്ടനാണ്. എനിക്ക് ആ ചേട്ടൻ ഒരു പാചകക്കാരനാണെന്ന് പോലും എനിക്ക് അറിയില്ല. കാണാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പാചകക്കാരനാണെന്ന് ഈ ട്രിപ്പിലൂടെ അറിഞ്ഞ് ഇനി എവിടെ ഉണ്ടെങ്കിലും ആരിനെ ഞാൻ ഒരു സ്ഥലത്തിന്റെ പരിപാടിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ബ്രോക്കറും എല്ലാ കാര്യങ്ങളാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ
ഞാനിനി ആ ചേട്ടനെയും എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കി ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അപ്പൊ ഈ പരിപാടിയിൽ അനിലേട്ടനോടൊക്കെ വളരെ വളരെ ഞങ്ങളും കുടുംബം ഞങ്ങൾ അത്രക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പരിപാടികളും പാട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ജീവിതത്തിന്റെ ഒരു നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് പോകാനുള്ള ഒരു സന്മനസ്സും അത് ഒരുക്കി തന്ന അനിലേട്ടനൊക്കെ വളരെ വളരെ സന്തോഷം പറഞ്ഞുകൂടി ഞാൻ നിർത്തുകയാണ് എന്റെ വാക്ക്. ഞങ്ങളിത് 3ാമത്തെ തവണയാണ് ശ്രീപാർവതി ട്രാവൽസിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ആദ്യം കാശിക്ക് പോയി, പിന്നെ രാമേശ്വരം പോയി, ഇപ്പോൾ തിരുപ്പതി പോയി. അതിൽ പ്രത്യേകിച്ച് പ്രശംസിക്കേണ്ട ചില ആളുകളിൽ പെട്ട ആളിന് അനിലേട്ടൻ ഒന്ന്, ഷിബു, പിന്നെ നമ്മുടെ പാചകക്കാരൻ ശശിയേട്ടൻ, പിന്നെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡ്രൈവിങ്. അതിലും ഡ്രൈവർമാരോടും നന്ദി പറയുന്നു. ഇനിയും പല ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരേകൂടെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. വളരെ സുരക്ഷിതമായിട്ടാണ് കൊണ്ടുപോയത്. അതുപോലെ ഭക്ഷണമാണെങ്കിൽ പറയാനില്ല, ഏറ്റവും സൂപ്പറായിരുന്നു. പിന്നെ യാത്രയിലാണെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്ന് കണ്ടതേ ഉള്ളൂ, യാത്ര തുടങ്ങിയപ്പോൾ വന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒരു കുടുംബം പോലെ പെരുമാറി. ഇത്രയും നേരം നമുക്കിനിപ്പോൾ യാത്ര തീർന്നല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ട്രിപ്പ് എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇവരെ കാണാറുണ്ട്. ഇവർ ഒന്നല്ലെങ്കിൽ വരിക അല്ലെങ്കിൽ പോവുക, അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ തിരുപ്പതി പോയതാണെങ്കിൽ മോൾക്കൊന്ന് പോകണമെന്ന്. എന്നാണാവോ പെരുവാരത്തപ്പ എനിക്കിത് സാധിച്ചത്. ഇത്രയും പെട്ടെന്ന് ഇത് സാധിക്കും എന്നും വിചാരിച്ചിരുന്നില്ല. എന്തായാലും വരികയും ചെയ്തു. വളരെ സന്തോഷവും ആനന്ദപ്രദവും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുമായിരുന്നു. തിരുപ്പതിക്ക് ഞാൻ മുമ്പ് വന്നപ്പോൾ ഈ ഐതിഹ്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം എല്ലാം നമുക്ക് അറിഞ്ഞ് നമ്മൾ കാണിപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഇത്രയും നാളായിട്ടും എനിക്ക് തേങ്ങ ഉടയ്ക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഒരു ഭീതിയായിരുന്നു. അതും എനിക്കിപ്പോൾ അനിൽജി പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചും പേടിക്കണ്ട എന്നുള്ളൊരു ഇതായത്. നമ്മൾ എന്ത് കാര്യവും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ അല്ല. ഓരോ കാര്യം നമ്മൾ അറിയുമ്പോഴാണോ അതെങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. അതുപോലെ ഇനിയും അടുത്ത ട്രിപ്പ് വരിക. എനിക്കിനി മൂകാംബി ആഗ്രഹമുണ്ട്. അതും എനിക്കിനി വരണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത എനിക്ക് വൃന്ദാവന യാത്ര പോകേണ്ടത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒപ്പം ഇനി ഒരു മൂകാംബി യാത്ര പോകാനായിട്ടൊന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഇവരെല്ലാ ആഴ്ചയിലും തിരുപ്പതി എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇവർക്ക്. ശ്രീപാർവതി ഇപ്പോൾ 15 വർഷമായി എന്ന് പറഞ്ഞത്. അവർ ഇനിയും വർഷങ്ങൾ ഏറെ ഇത് കൊണ്ടുപോകാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ. ആദ്യമായി 15ാമത് വാർഷികം നടത്തുന്ന ശ്രീപാർവതി ട്രാവൽസിന് ഞങ്ങളുടെ 3 പേരുടെയും ഒരു ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ ഈ ടൂറിന് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇല്ലായിരുന്നു ഈ ട്രിപ്പിന്, വേറെ കക്ഷിയായിരുന്നു ട്രിപ്പിന് ഉണ്ടായിരുന്നത്. ആ പുള്ളിക്കാരന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് വരേണ്ടി വന്നത്. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോർഡിനേറ്റർ കൊണ്ടുള്ള ഒരു ടൂറിന് ഞാൻ പോകുന്നത്. സാധാരണ ടൂറിന് പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു അമ്പലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സാധാരണ എവിടെ എന്ത് ചെയ്യണം, പൂജ കാര്യങ്ങളെല്ലാം A to Z വരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി 1-2 വട്ടം കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ പ്രേരിപ്പിക്കുന്ന അണ്ണൻ്റെ അറിവും നല്ല ഒരു മഹത്തരമായ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്രൈവർമാരും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ചെയ്യുന്ന അണ്ണന്മാരും എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് എല്ലാവരോടും നല്ല സഹകരണമാണ്. അവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരാറില്ല. നമ്മളോട് വളരെയധികം പിന്നെ മിങ്കിൾ ചെയ്തും സഹകരിച്ചുമാണ് അവർ നമ്മളോട് യാത്ര ചെയ്യുന്നത്. അവർക്കെല്ലാവരും ഞങ്ങളുടെ ഒരു ട്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നന്ദി പറയുകയാണ്. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, ചെറിയ സജഷനാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ. ഈ കടല നമുക്ക് ചിലപ്പേർക്കും ശരിയാവത്തില്ല. അപ്പം അതൊന്ന് നിങ്ങളുടെ ഒരു ഇതിനകത്ത് അടുത്ത ട്രിപ്പ് പോകുമ്പം കുറച്ച് ചെയ്യാനുള്ളൊരു എൻ്റെ സ്വഭാവം വെച്ച് പറയുകയാണ്. അതുകൊണ്ട് അതൊരു മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇങ്ങനെ പറയാൻ പറ്റുന്നതല്ല, അതൊരു ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഇനിയും നിങ്ങളുടെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് വളർന്നു പോകട്ടെ. നല്ല നല്ല ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകളും നല്ല അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നല്ലൊരു ഭാഗമായി എൻ്റെ അടുത്ത് അറിയാവുന്ന ആൾക്കാരോട് ഇനി ഞാൻ തീർച്ചയായിട്ടും പറയും, ഇങ്ങനൊരു സംഭവമുണ്ട്. ഫോൺ നമ്പറൊക്കെ ഞാൻ എടുത്ത് വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഞങ്ങളോട് സഹകരിച്ച നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും
നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.